പശ്ചിമേഷ്യൻ കടൽ തീരങ്ങൾ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ ഒമാൻ തീരത്തിന് സമീപം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ അപ്രതീക്ഷിത സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. സമാധാന ചർച്ചകളും വെടിനിർത്തൽ കരാറുകളും നിലനിൽക്കെ തന്നെ സമുദ്രമധ്യത്തിൽ വെടിയൊച്ചകൾ മുഴങ്ങിയത് മേഖലയിലെ സ്ഫോടനാത്മകമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ബുധനാഴ്ച ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം 15 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായി ഒരു കണ്ടെയ്നർ കപ്പലിനെ ഇറാന്റെ ഗൺബോട്ടുകൾ വളയുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുമ്പോൾ തങ്ങളുടെ കടലതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. ഈ സംഭവത്തിന് തൊട്ടു മുൻപ് തന്നെ IRGC എയ്റോസ്പേസ് കമാൻഡർ അമേരിക്കയ്ക്കും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികൾക്കും നേരെ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. പേർഷ്യൻ ഗൾഫിന്റെ വിദേശ സാന്നിധ്യം അനുവദിക്കില്ലെന്നും ശത്രുക്കളുടെ ഏത് നീക്കത്തെയും തകർക്കാൻ തങ്ങൾ സജ്ജമാണെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ നടന്ന ആക്രമണം ഇറാൻ തങ്ങളുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കാലാവധി നീട്ടിയിട്ടുണ്ടെങ്കിലും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ നാവിക ഉപരോധം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. ഈ വടംവലിയാണ് ഇപ്പോൾ സമുദ്രമധ്യത്തിലെ വെടിയൊച്ചകളായി മാറുന്നത്. ഒമാൻ തീരത്തുണ്ടായ ആക്രമണം വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾക്ക് ഇറാൻ നൽകുന്ന അവസാന താക്കീതായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുക്കളാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ബൈ ബൈ എന്ന് തുടങ്ങുന്ന ഇറാന്റെ ഭീഷണി സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. IRGC ഈ ആക്രമണത്തിലൂടെ തങ്ങളുടെ ഗൺബോട്ട് തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. വേഗതയേറിയ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ ആക്രമിക്കുന്ന ഈ രീതി അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. റഡാറുകളിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം ബോട്ടുകൾ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി പിൻവാങ്ങുന്നതിൽ വിദഗ്ധരാണ്. കണ്ടെയ്നർ കപ്പലിന് നേരെയുണ്ടായ വെടിവെപ്പ് ആഗോള കപ്പൽ ഗതാഗത മേഖലയെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ വർദ്ധിക്കാൻ ഇത് കാരണമാകും. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന പാതയിൽ ഇത്തരം അസ്ഥിരതകൾ ഉണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ധനവിലയെയും ബാധിക്കും. ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ പ്രകോപിപ്പിക്കാനാണോ അതോ ചർച്ചകളിൽ മേൽക്കൈ നേടാനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ട്രംപ് ഭരണകൂടം ഈ ആക്രമണത്തെ എങ്ങനെ നേരിടുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല. ഈ സംഭവത്തോടെ ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ തയ്യാറായ ഒമാന്റെ തീരത്ത് തന്നെ ഇത്തരമൊരു സംഭവം നടന്നത് മേഖലയിലെ നയതന്ത്ര വിശ്വാസ്യതയെ ബാധിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സമാധാനത്തിനുള്ള സാധ്യതകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാവിക ഉപരോധം ഇറാന്റെ ജീവിതത്തെ ബാധിക്കുന്നത് പോലെ തന്നെ ഇറാന്റെ തിരിച്ചടികൾ അമേരിക്കൻ സഖ്യകക്ഷികളെയും ബാധിക്കുന്നുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ കപ്പലുകളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ സൈനിക സഹായം തേടുകയാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധാഗ്നി പടർത്താൻ പര്യാപ്തമാണ്. ഇറാന്റെ സൈനിക നേതൃത്വം ഇപ്പോൾ കൂടുതൽ കടുത്ത നിലപാടുകളിലാണ്. അമേരിക്കൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഓരോ രാജ്യവും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇതിലൂടെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഈ രാഷ്ട്രീയ കളിയിൽ കണ്ടെയ്നർ കപ്പലുകൾ വെറും കരുക്കൾ മാത്രമായി മാറുന്നു. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും യുദ്ധകളത്തിൽ സാഹചര്യം വ്യത്യസ്തമാണ്. കരയിൽ ചർച്ചകൾ നടക്കുമ്പോൾ കടലിൽ വെടിയൊച്ചകൾ മുഴങ്ങുന്നത് വൈരുദ്ധ്യാത്മകമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇരുപക്ഷവും പരസ്പര വിശ്വാസമില്ലാതെയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്നതാണ്.
ഉപരോധം പിൻവലിക്കാതെ ശാശ്വത സമാധാനം സാധ്യമല്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള ഡ്രോണുകളും മിസൈലുകളും കണ്ടെയ്നർ കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ്. ഒമാനിലെ ഈ അംബുഷ് വരാനിരിക്കുന്ന വലിയ നീക്കങ്ങളുടെ തുടക്കമാകുമോ എന്ന ഭയം പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട്. കടലിലെ ഈ ശക്തി പ്രകടനം വഴി ലോകത്തിനു മുന്നിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് തങ്ങളെ തളർത്താൻ കഴിയില്ലെന്നും തിരിച്ചടിക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്നും ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു. IRGCയുടെ ഓരോ നീക്കവും ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ തങ്ങളുടെ കപ്പലുകൾക്ക് കൂടുതൽ സുരക്ഷാ ഗാർഡുകളെ നിയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇറാന്റെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെ നേരിടാൻ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. ഇത് അന്താരാഷ്ട്ര നാവിക സൈന്യങ്ങളുടെ സഹായം അനിവാര്യമാക്കും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം പശ്ചിമേഷ്യയിൽ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും ഇറാനെ നിലക്കി നിർത്താനും ട്രംപിന് കഴിയുമോ എന്ന് ലോകം സംശയിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സൈനിക ഭീഷണികളും കലർന്ന ഈ അന്തരീക്ഷത്തിൽ നയതന്ത്രജ്ഞർക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ കടലിൽ നടത്തുന്ന ഈ പരിശോധനകളും വെടിവെപ്പും തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനാണെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് കടൽ കൊള്ളയ്ക്ക് സമാനമായ നീക്കമാണെന്നാണ് അമേരിക്കയുടെ വാദം. ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ആടിയുലയുകയാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അമേരിക്കൻ സൈന്യം ശക്തമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എത്തുന്നതോടെ സംഘർഷം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറും. ഇതിനകം തന്നെ മേഖലയിൽ വിമാനവാഹിനി കപ്പലുകൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ഈ സ്ഥിതിവിശേഷം തുടരുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ്. തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക നടപടിയെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഉപരോധം വഴി ഇറാനെ ശ്വാസം മുട്ടിക്കുന്ന അമേരിക്കൻ നയം തന്നെയാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന ചർച്ചയും സജീവമാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ ആക്രമണം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭരണകൂടത്തിന് ജനങ്ങളുടെ ഇടയിൽ പിന്തുണ വർദ്ധിപ്പിക്കാൻ ഇത്തരം സൈനിക വിജയങ്ങൾ സഹായിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ തങ്ങൾ പൊരുതുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. പശ്ചിമേഷ്യയിലെ ചാരയുദ്ധം ഇപ്പോൾ കടലിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. കപ്പലുകളെ നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇരുപക്ഷവും ഉപയോഗിക്കുന്നു. ഈ സാങ്കേതിക യുദ്ധത്തിൽ ആര് മേൽക്കൈ നേടുമെന്നത് നിർണായകമാണ്. നയതന്ത്ര ചർച്ചകളിൽ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്ക ഉപരോധം തുടരുന്നത്. എന്നാൽ ഈ സമ്മർദ്ദം ഇറാനെ കൂടുതൽ അപകടകാരികളാക്കുന്നു എന്നാണ് ഒമാൻ പോലുള്ള രാജ്യങ്ങൾ കരുതുന്നത്. സമാധാനത്തിനായുള്ള പാത ഉപരോധങ്ങളിലൂടെയല്ല, മറിച്ച് ചർച്ചകളിലൂടെയാണ് കണ്ടെത്തേണ്ടതെന്ന് അവർ വാദിക്കുന്നു. ഒമാൻ തീരത്തെ ഈ സംഭവം അന്താരാഷ്ട്ര നീതിന്യായ കോടതികളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സമുദ്ര സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു. എന്നാൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിയമങ്ങൾ പലപ്പോഴും നോക്കുകുത്തികളായി മാറുകയാണ്. അടുത്ത കുറച്ചു ദിവസങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ട്രംപിന്റെ പ്രതികരണവും ഇറാന്റെ അടുത്ത നീക്കവും ലോകക്രമത്തെ ബാധിക്കും. വെടിയൊച്ചുകൾ നിലയ്ക്കുമോ അതോ വലിയൊരു യുദ്ധത്തിന്റെ കാഹളമായി ഇത് മാറുമോ എന്ന് കണ്ടറിയണം. ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളും ഈ സംഭവവികാസങ്ങളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക സ്ഥിതിയും പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ ആർക്കും ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇറാന്റെ മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും കടലിലെ ഈ പോരാട്ടത്തിൽ അവർക്ക് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഈ സൈനിക സന്തുലിതാവസ്ഥയാണ് അമേരിക്കയെ ഒരു നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. സമാധാനത്തിനായുള്ള കരാറുകൾ വെറും കടലാസു തുണ്ടുകളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സൈനികമായ അധികാരവും സമുദ്രത്തിലെ മേധാവിത്വവുമാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ വടംവലിയിൽ തോൽക്കുന്നത് ലോക സമാധാനമാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ചതുരംഗ കളത്തിൽ ഒമാൻ തീരം ഇപ്പോൾ ഒരു പുതിയ പോരാട്ട വേദിയായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ ഓരോ നീക്കവും വരും ദശകങ്ങളിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും.
അമേരിക്കയുടെ ഉപരോധവും ഇറാന്റെ പ്രതിരോധവും തമ്മിലുള്ള ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഒമാൻ തീരത്തെ വെടിയൊച്ചകൾ ലോകത്തിന് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. യുദ്ധം നമ്മുടെ പടിക്കലെത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. നയതന്ത്രജ്ഞർക്ക് വിവേകമുദിക്കുകയും സമാധാന ചർച്ചകൾ വിജയിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുകയുള്ളൂ. വികസനത്തിനു വേണ്ടിയുള്ള ലോകത്തിന്റെ ഓട്ടത്തിനിടയിൽ ഇത്തരം യുദ്ധഭീതികൾ തിരിച്ചടിയാകുന്നു. മനുഷ്യത്വം വിസ്മരിപ്പിക്കപ്പെടുകയും അധികാരം മാത്രം മാനദണ്ഡമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിലെ ഈ നിഴൽ യുദ്ധം ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നോടിയല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നയതന്ത്രത്തിന്റെ വഴികൾ ഇനിയും തുറക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും വിവേകത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ വലിയൊരു ദുരന്തം ഒഴിവാക്കാനാകൂ. സമാധാനത്തിന്റെ ഒരു പുതിയ പുലരി പശ്ചിമേഷ്യയിൽ ഉദിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓരോ കപ്പൽ യാത്രയും സുരക്ഷിതമാകട്ടെ. ഓരോ വെടിയൊച്ചയും അവസാനിക്കട്ടെ. ലോകം സമാധാനത്തിനു വേണ്ടി ദാഹിക്കുകയാണ്.